ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് കണക്കാക്കാം. അതായത് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ദുബായിൽ ജോബ് ഹണ്ടിന് ഒറ്റയ്ക്ക് വരാമോ, എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ച് പേരെങ്കിലുമൊക്കെ മെയിലിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എൻക്വയറീസ്, അവരുടെ ഡൗട്ട്സ്, കൺഫ്യൂഷൻസ് ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എനിക്ക് വന്ന റെസ്പോൺസസ് ഒക്കെ തന്നെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ ഉടനെ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കും ഉണ്ടായിരുന്നു ലൈഫിൽ ഇതുപോലൊരു സ്റ്റേജ്, വേറൊരു സിറ്റിയിലേക്ക് ജോബ് നോക്കിക്കൊണ്ട് പോകണം. പക്ഷെ ഒറ്റയ്ക്ക് അങ്ങനെ മൂവ് ചെയ്യാനുള്ളൊരു ധൈര്യമില്ല. കാരണം ഒരുപാട് കൺഫ്യൂഷൻസ്, ഡൗട്ട്സ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം മുന്നേ ആണ്. ഇപ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞു. നമുക്കെല്ലാം ഈസി ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വിരലിൻ്റെ തുമ്പത്ത് എല്ലാം അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ UAE വരുന്നതിന് മുന്നേ തന്നെ, എത്തുന്നതിന് മുന്നേ തന്നെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ അക്കോമഡേഷനൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡും ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കോമഡേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. കൂടുതൽ പേർക്കും ഈ ഒരു കാര്യത്തിലാണ് ഒരു കൺഫ്യൂഷൻ, ഡൗട്ടൊക്കെ ഉള്ളത്. കാരണം നമുക്ക് വേറൊരു സിറ്റിയിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ വേണ്ടത് റെസ്റ്റ് ചെയ്യാനൊരു സ്ഥലമാണ്. നമുക്ക് നമ്മുടെ ലഗേജൊക്കെ വെക്കാനും അതുപോലെ തന്നെ നമുക്ക് ഉറങ്ങാനും റെസ്റ്റ് ചെയ്യാനും ഫ്രഷ് ആവാനും ഒക്കെ ഉള്ളൊരു സ്പേസാണ് നമ്മുടേതായ ഒരു സ്പേസാണ് നമുക്ക് ആദ്യം ആവശ്യം. സോ അക്കോമഡേഷൻ നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്യാം? നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കാം, ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. അത് കൂടാതെ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് ഓപ്ഷൻസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് റെൻറ്റിറ്റ് ഓൺലൈൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. സോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഫിൽറ്റേഴ്സൊക്കെ ആദ്യമേ അപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് എങ്ങനെയാണ് മന്ത്ലി റെൻ്റലിനാണോ വേണ്ടത്, ബെഡ് സ്പേസ് ആണോ വേണ്ടത്, അതോ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണോ, എങ്ങനെയുള്ള റൂമാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവർക്കൊക്കെ കൂടുതലും അവരൊക്കെ പ്രിഫർ ചെയ്യുന്നത് ബെഡ് സ്പേസും അതുപോലെയുള്ള അല്ലെങ്കിൽ പാർട്ടീഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് റൂംസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫിൽറ്റേഴ്സൊക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കൂടുതലും പെൺകുട്ടികളായിരുന്നു മെസ്സേജ് അയച്ചത്. അപ്പോൾ അവർക്ക് ഫീമെയിൽ അക്കോമഡേഷൻ ആണ് അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു ഫിൽറ്ററും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യാം. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഈ ഫിൽറ്റേഴ്സൊക്കെ അപ്ലൈ ചെയ്ത് സെർച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ അക്കോമഡേഷൻ ഫെസിലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെങ്ങനെയുള്ളതാണ്, അതായത് ഫുള്ളി ഫേർണിഷ്ഡ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, പിന്നെ നമുക്കിത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസും അങ്ങനെ എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട പോലെ വായിച്ചു നോക്കാം. എല്ലാ പ്രോപ്പർട്ടി ഇൻഫർമേഷനും ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിങ്ങനെ നോക്കാം. ഇതിൽ നമ്മുടെ ബഡ്ജറ്റും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് മന്ത്ലി എത്ര രൂപ റെൻറ്റ് കൊടുക്കാൻ, രൂപയല്ല ദിർഹംസാണ് ഇവിടെ. അപ്പോൾ എത്ര ദിർഹംസ് നിങ്ങൾക്ക് റെൻറ്റ് കൊടുക്കാൻ പറ്റും, ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് 900 ദിർഹംസാണ് പെർ മന്ത്. അപ്പം നമുക്കൊരു ബഡ്ജറ്റ് ഇപ്പോൾ 700, 750, 800, 900, 1000, 1200 അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്പിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ അവിടെ തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. വാട്സാപ്പിൽ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ SMS ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത്, അപ്പോൾ നിങ്ങൾ നാട്ടിലിരുന്നുകൊണ്ടാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ കോൾ എന്നുള്ളൊരു ഓപ്ഷനേക്കാളും നല്ലത് നമുക്ക് വാട്സപ്പ് ത്രൂ അവരെ കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ്, വേറൊരു പ്ലാറ്റ്ഫോമാണ് ഡുബിസിൽ എന്ന് പറയുന്നത്. ഇതിലെനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഒരു ഓപ്ഷനേക്കാളും കുറച്ചുകൂടെ അധികം നിങ്ങൾക്ക് എന്താ പറയുന്നത് അക്കോമഡേഷൻ ഫെസിലിറ്റീസിൻ്റെ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതൊക്കെ നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ ലിങ്കിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ ഗൂഗിളിൽ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതിലും ഞാൻ എല്ലാ ഫിൽറ്റേഴ്സും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് റേഞ്ച്, അതായത് എത്ര, ഒരു 500 to 1000 dirhams ആ ഒരു റേഞ്ചിൽ വരുന്ന മന്ത്ലി റെൻറ്റ് വരുന്ന അക്കോമഡേഷൻ ഫെസിലിറ്റീസ്, ബെഡ് സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫിൽറ്റേഴ്സും നിങ്ങളിപ്പോൾ കണ്ട പോലെ ഞാൻ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രം 700 തൊട്ടിട്ടുള്ള ഓപ്ഷൻസ് ഇപ്പം എനിക്കിവിടെ കാണാം. 700, 750. അപ്പം വിത്ത് പിക്ചേഴ്സാണ്. അപ്പം നിങ്ങൾക്ക് ഈ പിക്ചേഴ്സിൽ കൂടെ ഗോ ത്രൂ ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലും ഡുബിസലിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ കോൾ ചെയ്യാം, നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ചാറ്റ് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് അതിലുള്ള നമ്പർ എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അല്ലാതെ ഇതിനകത്ത് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാൻ പറ്റും. അതായത് നമ്മുടെ അവരിട്ട് ഈ പ്രോപ്പർട്ടി ഓണർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പോസ്റ്റ് ചെയ്ത ആഡിന് നമ്മുടെ റെസ്പോൺസ് ആയിട്ട് ആ ഒരു മെസ്സേജ് അവരിലേക്ക് എത്തും. അപ്പോൾ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഈസി ആവും. അപ്പോൾ ഇതിൽ കണ്ടോ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് നോക്കുകയാണ്. ഇനി അതിൽ തന്നെ ഏത് ടൈപ്പാണ് റൂം, എങ്ങനെയുള്ളതാണ് ബെഡ് സ്പേസ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ചിലതിലുണ്ടാവാം, ചിലതിലുണ്ടാവാതിരിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അറ്റാച്ച്ഡ് ബാത്റൂം ആണോ അല്ലയോ എന്നുള്ളത്, ബാൽക്കണി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതുപോലെ ആ റൂമിൽ എത്ര പേരാണ്. ഈ ഒരു ഞാനിപ്പോൾ എടുത്ത ഓപ്ഷനിൽ 3 പേരാണ് ആ ഒരു റൂമിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കാണാം, ഇൻക്ലൂഡിങ് ലൊക്കേഷൻ മാപ്പ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഞാൻ ഷെയർ ചെയ്യുന്നൊരു ഓപ്ഷൻ. ഇതൊന്നുമല്ല, ഇനിയും ഉണ്ട് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതുപോലെ റൂംസ് സെർച്ച് ചെയ്യാനും കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാതും സെർച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന കുറച്ചെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിലൊരെണ്ണം കൺഫേം ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കാം. നിങ്ങൾക്ക് ഏത് ഡേറ്റ് മുതലായിരിക്കും നിങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക, ഈ റൂം നിങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെഡ് സ്പേസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. അപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, നിങ്ങളുടെ ഒരു അക്കോമഡേഷൻ്റെ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല, അക്കോമഡേഷൻ എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ളത്. ഇവിടെ വേറൊരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് വരുന്നവരെ ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇവിടെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ളവർക്ക് ഒബ്വിയസ്ലി ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ലായിരിക്കാം ഒരു അക്കോമഡേഷൻ എങ്ങനെയാണ് അപ്പോൾ സെറ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ളവരെയല്ല ഞാൻ എയിം ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ബെഡ് സ്പേസ് മാത്രമല്ല ഏത് തരത്തിലുള്ള റൂമും അല്ലെങ്കിൽ അക്കോമഡേഷൻ ഫെസിലിറ്റിയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഫാമിലിയൊക്കെ വരുന്നവർക്കാണെങ്കിൽ പോലും പെട്ടെന്ന് ഇവിടെ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി തന്നെ ഇതിനകത്ത് അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മന്ത്ലി റെൻറ്റിന്, അതല്ല മന്ത്ലി അല്ലാതെ ഉള്ളതും ഉണ്ട്. ഇപ്പം ഇയർലി ഉള്ളതുണ്ട്. ഇപ്പം സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് പോലെ അല്ലെങ്കിൽ 1 BHK ഒക്കെ പോലെ പലതരത്തിലുള്ള പലതരത്തിലുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടൈപ്പ് അക്കോമഡേഷനും നമുക്ക് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റാക്കി വെക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ഹസിൽസൊക്കെ നമുക്ക് ഒഴിവാക്കാം. പെട്ടെന്ന് തന്നെ ഓൾറെഡി നമുക്കറിയാമല്ലോ നമുക്ക് എവിടെയാണ് പോകേണ്ടത്, എവിടെയാണ് താമസിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും, റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വരാം. ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ആദ്യമേ ഇങ്ങനെ ഇതുപോലെ പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ. സോ നമ്മളിനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, അതായത് ഫുഡാണ് അടുത്ത വിഷയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല UAE-യിൽ. കാരണം നമ്മൾ പുറത്തോട്ടിറങ്ങി, നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിന് പുറത്തോട്ടിറങ്ങി ഇടത്തോട്ട് നോക്കിയാലും വലത്തോട്ട് നോക്കിയാലും മിനിമം ഒരു കേരള റെസ്റ്റോറൻറ്റെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയ്ക്ക് ഈസിയാണ് ഇവിടെ ഫുഡ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. പക്ഷേ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമല്ലല്ലോ. നമ്മളിപ്പം ഒരു ജോബ് സെർച്ചിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ 2 മാസത്തേക്കോ 3 മാസത്തേക്കോ ഒക്കെ താമസിക്കാനായിരിക്കും വരുന്നത്. അപ്പോൾ എസ്പെഷ്യലി ഈ ജോബ് ഹണ്ടിന് വരുന്ന ആൾക്കാർക്ക് എന്താ പറയുന്നത്, ചിലപ്പം കുക്കിംഗ് ചെയ്യാനുള്ള ടൈമോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള അത്രയും എക്സ്പെൻസൊന്നും ചിലപ്പം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല.
അപ്പോൾ നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടെൻഷൻ ഫ്രീ ആവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മന്ത്ലി മെസ്സ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കുക. നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 നേരവും ഭക്ഷണം എത്തുന്നുണ്ടെങ്കിൽ അതായിരിക്കും, എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിൽ അതായിരിക്കും ചൂസ് ചെയ്യാം. അപ്പോൾ അതിനും നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന അതിനായിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് തന്നെ, ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇതുപോലെ മന്ത്ലി മെസ്സ് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് മീലാറ്റോ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മെനു കാണാൻ പറ്റും. അതായത് വീക്ക്ലി ഏതൊക്കെ ഓപ്ഷൻസ് ആണുള്ളത്, ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ലഞ്ച് ഓപ്ഷൻസ് ഏതൊക്കെയാണ്, ഡിന്നർ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. പിന്നെ അവരുടെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊന്നും ഞാൻ ശരിക്കും പറഞ്ഞ ഒരു വീഡിയോയിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതേ ഉള്ളൂ എന്തൊക്കെ ഓപ്ഷൻസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ആദ്യമേ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. അക്കോമഡേഷൻ പോലെ അല്ലല്ലോ ഫുഡ്. നമുക്കത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നമുക്ക് ടൈം എടുത്ത് നമുക്ക് പറ്റിയൊരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. എന്നാൽ പോലും ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസും കൂടെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ വീഡിയോയിൽ. നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിഷസും അതുപോലെ തന്നെ എത്ര സെർവിങ്സ് പെർ ഡേ വേണം എന്നുള്ളതൊക്കെ അനുസരിച്ച് നമ്മുടെ മന്ത്ലി ചാർജ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും ഏത് രീതിയിലാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ കോൾ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ഡീലാക്കാം. അപ്പോൾ ഫുഡിൻ്റെ കാര്യവും അത്രയും ഈസിയാണ്. ഇനിയിപ്പം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് റെസ്റ്റോറൻറ്റ്സിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇനി അതൊന്നുമില്ല, കുക്കിംഗ് ചെയ്ത് തന്നെ കഴിക്കണം എന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഏത് ബെഡ് സ്പേസിൽ നിൽക്കുകയാണെങ്കിൽ പോലും കിച്ചൺ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മീലാറ്റോ മാത്രമല്ല വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വി മീൽസ് അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാം ഒന്നും ചിലപ്പോൾ എനിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാൽ പോലും കുറച്ചൊക്കെ ട്രസ്റ്റഡ് ആയിട്ടുള്ള കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ത്രൂ ആണ് നമ്മൾ ഫുഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നത് അബുദാബിയിലെ കാര്യമാണ് കേട്ടോ, കാരണം ഞാൻ അബുദാബിയിലായതുകൊണ്ട്. ഇപ്പോൾ നമുക്കിവിടെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ടാക്സിയാണ്. ടാക്സി എന്താണെങ്കിലും ബസ്സിനേക്കാളും എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം നമുക്ക് ഈസിലി എങ്ങനെ ബസ് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് മാപ്പ് എടുക്കുക, നമുക്ക് പോകേണ്ട ലൊക്കേഷൻ അല്ലെങ്കിൽ ഏത് ഡെസ്റ്റിനേഷനാണോ നമുക്ക് ട്രാവൽ ചെയ്ത് പോകേണ്ടത് അത് മാപ്പിൽ നമ്മൾ നോർമലി സെർച്ച് ചെയ്യാം. അതായത് ഫ്രം നിങ്ങളുടെ ലൊക്കേഷൻ ടു നിങ്ങൾക്ക് പോകേണ്ട ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് ആ റൂട്ടും അതുപോലെ തന്നെ എത്ര എന്താ പറയുന്നത് ഡിസ്റ്റൻസ് ഉണ്ട്, ഈ വക ഡീറ്റെയിൽസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഈ ഒരു ഡെസ്റ്റിനേഷൻ ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത് ഖലീഫ സിറ്റിയാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 18 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ഒക്കെ എടുക്കും. അപ്പോൾ അതിനടുത്ത് തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ബസ് റൂട്ട് ആണെങ്കിൽ. അപ്പോൾ ഈ ബസ് റൂട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ബസ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഒരേ ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്ത് പോയാൽ മതിയോ അതോ നമ്മൾ ബസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ ഏകദേശം ട്രാവലിംഗ് ടൈം എത്ര വരും. ടാക്സി എടുത്ത് പോകുമ്പോൾ ഒരു 50-60 ദിറംസ് ഒക്കെ ആവുന്ന സ്ഥലത്ത് നമുക്കൊരു 5 ദിറംസ് അല്ലെങ്കിൽ 6 ദിറംസ് ഉണ്ടെങ്കിൽ ബസ്സിൽ പോകാം. ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ട്രാവൽ ഡിസ്റ്റൻസ് കുറവുള്ളൊരു ഓപ്ഷൻ, ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. അതായത് ഞാൻ താമസിക്കുന്ന ലൊക്കേഷൻ്റെ കുറച്ചടുത്തുള്ളൊരു ഡെസ്റ്റിനേഷൻ ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. എപ്പോഴും നമ്മൾ ബസ്സിലിവിടെ ട്രാവൽ ചെയ്യുമ്പം ട്രാവലിംഗ് ടൈം കൂടുതലായിരിക്കും. കാരണം ഷോർട്ട് ഡിസ്റ്റൻസിൽ തന്നെ
ഒരുപാട് സ്റ്റോപ്പുകൾ ഉള്ളതുകൊണ്ടാണ്. കാറിലാകുമ്പോൾ എപ്പോഴും ടൈം കുറവ് മതി നമുക്ക് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ കണ്ടോ, ഇതിൽ ബസ്സിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കാണാം, ഏതൊക്കെ നമ്പർ ബസ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ലൊക്കേഷനിലേക്ക്. അപ്പോൾ ഡയറക്റ്റ് ബസ് ഉണ്ട് ഓൾറെഡി, നിങ്ങൾക്ക് നമ്പർ ഇവിടെ കാണാം, M1. സോ ഇതുപോലെ നമുക്ക് ഏത് ബസ്സാണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളൊരു ബസ് കാർഡ് എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ബസ് കാർഡ് ഇല്ലാതെ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ എങ്ങനെയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു 10 പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഞാൻ എയിം ചെയ്യുന്നുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ കൂടെ നമുക്ക് കാണാം.